എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ആദ്യം തന്നെ ഒരു വിശുദ്ധന്റെ വചനം കേട്ടാലോ? സ്വർഗത്തിൽ നിങ്ങളുടെ സമ്മാനം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും സഹനങ്ങൾക്കും പൂർണ്ണ സംതൃപ്തി നൽകുന്നതായിരിക്കും. വിശുദ്ധ ജോൺ ബോസ്കോ. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? അതിനു മുൻപേ നമുക്ക് കാട്ടിലെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിന്ന്. തത്തമ്മയുടെയോ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. കീരിക്കുട്ടന്റെ പേരെന്താ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ കേട്ടാലോ? ഒരു കാലത്ത് ഇസ്രയേൽ രാജ്യത്ത് വളരെയധികം ക്ഷാമമായിരുന്നു. ക്ഷാമം എന്തുകൊണ്ടാ വന്നതെന്നറിയാമോ? ആ രാജ്യത്ത് ഒരു വർഷത്തോളം മഴ ലഭിച്ചിരുന്നില്ല. ആ മഴ ലഭിക്കാത്തതുകൊണ്ട് ആ നാട്ടിൽ ക്ഷാമവും വരൾച്ചയും നേരിട്ടു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുണ്ടായിരുന്ന ആളുകൾക്ക് കഴിക്കുവാനായി ഭക്ഷണമൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകളെല്ലാം അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ രാജ്യത്ത് താമസിച്ചുകൊണ്ടിരുന്ന നവോമിയും നവോമിയുടെ കുടുംബവും 2 മക്കളും അടുത്തുള്ള ഒരു രാജ്യത്തേക്ക് മാറി താമസിച്ചു. അവർ ആ രാജ്യത്ത് വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു. അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. രാവും പകലും കഠിനാധ്വാനം ചെയ്ത് ആ കഠിനാധ്വാനത്തിൽ നിന്നുണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് അവർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു ദിവസം നവോമിയുടെ ഭർത്താവ് രോഗം മൂലം മരിച്ചു. അത് നവോമിക്ക് വളരെ സങ്കടം നൽകി. എന്നാലും ഭർത്താവിന്റെ ഓർമ്മകൾ കൊണ്ട് ആ രാജ്യത്ത് തന്നെ താമസിക്കുവാൻ നവോമിയും നവോമിയുടെ 2 മക്കളും തീരുമാനിച്ചു. അങ്ങനെ ആ രാജ്യത്ത് തന്നെ അവർ വീണ്ടും താമസിച്ചു. കുറെ നാളുകൾക്ക് ശേഷം തന്റെ 2 ആൺമക്കളും വളർന്ന് വലുതായി. കല്യാണപ്രായം എത്തിയപ്പോൾ ആ നാട്ടിലെ തന്നെ 2 സ്ത്രീകളായ ഓർഫായെയും റൂത്തിനെയും ആ 2 ആൺമക്കളും വിവാഹം ചെയ്തു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ആ നാട്ടിൽ അവർ വളരെ കഠിനാധ്വാനം ചെയ്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്ക് ഇവരോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. കുടിയേറി പാർത്തവരാണ് എന്നുള്ള വ്യത്യാസം പോലും ഇല്ലാതെയാണ് അവരെ അവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം തന്റെ 2 ആൺമക്കളും മരിച്ചുപോയി. ഇത് നവോമിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. താൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചത് എന്ന് ഓർത്തപ്പോൾ നവോമിക്ക് വളരെയധികം സങ്കടമായി. അങ്ങനെ നവോമി തന്റെ നാടായ ഇസ്രായേൽ രാജ്യത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അതിനായി തന്റെ 2 മരുമക്കളെയും അവൾ തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെറുപ്പമാണ്. അതുമാത്രമല്ല, എൻ്റെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇനിയും നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. തന്റെ നല്ലവളായ അമ്മയെ വിട്ടുപോകാൻ 2 മരുമക്കളും തയ്യാറായിരുന്നില്ല. 2 പേരും അമ്മയോടൊപ്പം തന്നെ താമസിക്കുവാൻ ഉറച്ചു തീരുമാനിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ അമ്മയെ വിട്ടുപോകുന്നില്ല. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനിയും മുൻപോട്ട് കിടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവസാനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയെ അനുസരിക്കാമെന്ന് വിചാരിച്ച് ഓർഫ തന്റെ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. പക്ഷേ റൂത്താകട്ടെ തന്റെ അമ്മയെ വിട്ടുപോകുവാൻ തയ്യാറായിരുന്നില്ല. റൂത്ത് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ വീടാണ് എൻ്റെ വീട്. അമ്മ എങ്ങോട്ടേക്ക് പോകുന്നോ അങ്ങോട്ടേക്ക് തന്നെ ഞാനും വരും. അമ്മയുടെ ബന്ധുക്കളാണ് എൻ്റെയും ബന്ധുക്കൾ. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ അവസാനം നവോമിയും റൂത്തും തന്റെ സ്വന്തം നാടായ ഇസ്രായേൽ രാജ്യത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവർ ഇസ്രായേൽ രാജ്യത്ത് ചെന്നപ്പോൾ നവോമി തന്റെ ബന്ധുക്കളെയെല്ലാം അന്വേഷിച്ചു.
പക്ഷെ നവോമിക്ക് അറിയുവാൻ സാധിച്ചത് ആ ക്ഷാമം മൂലം തന്റെ ബന്ധുക്കളെല്ലാം പല നാടുകളിലേക്ക് ചിതറിപ്പോയിരുന്നു എന്നാണ്. കുറച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ അകന്ന ഒരു ബന്ധുവായ ബോവാസ് അവിടെ ഉണ്ട് എന്ന് നവോമിക്ക് മനസ്സിലായി. ബോവാസിന്റെ വയലിൽ ഇപ്പോൾ കൊയ്ത്ത് നടക്കുകയാണ്. കൊയ്ത്ത് നടന്നതിന് ശേഷം മിച്ചം വരുന്ന കാല പെറുക്കുവാനായി നീ ബോവാസിന്റെ അടുക്കൽ ചെന്ന് അനുമതി തേടുക. ആ അനുമതി ബോവാസ് നൽകുകയാണെങ്കിൽ ആ കാല പെറുക്കിക്കൊണ്ട് നീ വീട്ടിലേക്ക് വരിക. അതിൽ നിന്നും നമുക്ക് ഭക്ഷണമുണ്ടാക്കാം. അങ്ങനെ റൂത്ത് നവോമി പറഞ്ഞത് കേട്ട് ബോവാസിന്റെ അടുക്കിലേക്ക് പോയി ബോവാസിനോട് അനുമതി തിരഞ്ഞു. അപ്പോൾ നല്ലവനായ ബോവാസ് റൂത്തിന് അനുമതി നൽകി. അങ്ങനെ എല്ലാ ദിവസവും റൂത്ത് വയലിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് നവോമിക്ക് കൊണ്ടു കൊടുക്കുകയും അവർ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും കാല് പെറുക്കാൻ വരുന്ന ഈ സുന്ദരിയായ പെൺകുട്ടിയെ ബോവാസ് ശ്രദ്ധിച്ചിരുന്നു. ബോവാസ് തന്റെ ആളുകളോട് ചോദിച്ചു, ഇതേതാണ് ഈ പെൺകുട്ടി? എല്ലാ ദിവസവും വയലിൽ കാല് പെറുക്കുവാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ബോവാസിനോട് പറഞ്ഞു, അത് അങ്ങയുടെ ചാർച്ചക്കാരിയായ നവോമിയുടെ മരുമകളാണ്. മാത്രമല്ല, നവോമിയും റൂത്തും തന്നെയാണ് ജീവിക്കുന്നത്. റൂത്ത് നവോമിയെ നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ബോവാസിന് അവളെ വിവാഹം കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ബോവാസ് ഈ ആഗ്രഹം നവോമിയെ അറിയിച്ചു. നവോമി ആകട്ടെ ബോവാസിന്റെ ഈ ആഗ്രഹം റൂത്തിനെ അറിയിച്ചു. അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നതിനായി റൂത്ത് ബോവാസിനെ വിവാഹം കഴിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു മകനുമുണ്ടായി. അവന് അവർ ഒബാദ എന്ന് പേരിടുകയും അവർ സന്തോഷപൂർവ്വം ജീവിക്കുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുക. നമ്മുടെ ഏതൊരു അവസ്ഥയിലും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. കൂട്ടുകാരെ, ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആഗ്നസിന് ഇഷ്ടമായോ? എനിക്കും ഇഷ്ടമായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? കൂട്ടുകാരെ, നമുക്കിന്ന് ഈശ്വരന്റെ മുമ്പിൽ വെക്കാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾക്ക് വേണ്ടത് പേപ്പർ കപ്പ്, ഗം, പെയിന്റ്, പിന്നെ സിസേഴ്സ്, പെൻ ബ്രഷ്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ പേപ്പർ കപ്പ് എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് പേപ്പർ കപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ കപ്പ് നടുവേ കട്ട് ചെയ്യാം. ഇനി നമുക്ക് പെറ്റിൽസ് ഉണ്ടാക്കി എടുക്കാം. ഇനി നമുക്കിത് നേരെയാക്കി എടുക്കാം. ഇനി നമുക്കിത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ ബ്ലൂ കളർ പെയിന്റ് കൊടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്ലവർ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം.
നമുക്ക് ഈ പേപ്പർ കപ്പിന്റെ മുകളിൽ ഗം തേക്കാം. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്ന് എക്ത പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ ക്രാഫ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യണേ. എങ്കിൽ നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ കൂട്ടുകാരെ? അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119:105. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ അന്നമോളുടെ അടുത്തോട്ട് പോയാലോ? എന്നിട്ട് ഇന്നത്തെ അന്നമോളുടെ സംശയം എന്താണെന്ന് നോക്കിയാലോ? ഹായ് മാലക്കേ. ഹായ് അന്നമോളെ. ആട്ടെ, ഇന്നെന്താ എന്റെ അന്നമോളുടെ സംശയം? ആരാ മാലക്കേ ഈ കണക്കുകൾ കണ്ടുപിടിച്ചത്? ഗണിതശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയത് നമ്മൾ ഭാരതീയരാണ്. ആഹാ. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ 0 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളും ഭാരതീയര അന്നമോളെ കണ്ടുപിടിച്ചത്. ആണോ മാലാക്കേ? സംഖ്യകൾക്കുള്ള പേരുകൾ ലോകത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഋഗ്വേദത്തിലാ. സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതാവട്ടെ മേധാതിഥി എന്ന ഋഷിവര്യനും. ലോകത്തിലെ ആദ്യത്തെ ഗണിത ശാസ്ത്രജ്ഞനാണ് മേധാതിഥി. 1 മുതൽ 1 ബില്യൺ വരെയുള്ള സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതും മേധാതിഥി അന്നമോളെ. അത് കൊള്ളാമല്ലോ. അങ്ങനെ ഒത്തിരി ഗണിത ശാസ്ത്രജ്ഞന്മാർ പണ്ടുകാലത്ത് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവര് ആരൊക്കെയാ മാലാക്കേ? ആര്യഭടൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യൻ, സംഗമഗ്രാമമാധവൻ, വടശ്ശേരി പരമേശ്വരൻ, ബ്രഹ്മഗുപ്തൻ, പുതുമന ചോമാതിരി, ഇവരൊക്കെ പണ്ടത്തെ നമ്മുടെ ഗണിത ശാസ്ത്രജ്ഞന്മാരായിരുന്നു അന്നമോളെ. ഇവരെ കുറിച്ചൊക്കെ എനിക്ക് മാലാക്ക പറഞ്ഞു തരാമോ? അതിനെന്താ അന്നമോളെ? ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കാവുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. AD 478 ആണ് ആര്യഭടന്റെ ജനനം. പ്രാചീന ഭാരതത്തിലെ പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. തന്റെ 23-ാമത്തെ വയസ്സിലാണ് ആര്യഭടീയം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ബീജഗണിതത്തിലെ പല നിയമങ്ങൾക്കും രൂപം നൽകിയതും അക്കങ്ങളുടെ സ്ഥാനവില കണ്ടെത്തിയതും ആര്യഭടനാണ്. വർഗമൂലവും ഘനമൂലവും കണ്ടെത്താനുള്ള മാർഗം ആര്യഭടൻ വിശദീകരിച്ചു. കൈയുടെ ഏകദേശ മൂല്യം 3.146 ആണെന്നും ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നുണ്ടെന്നും ആദ്യം കണ്ടെത്തിയതും ആര്യഭടനാ. ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയ ആര്യഭടൻ ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം നിർണയിക്കുന്നതിലും വിജയിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആര്യഭടന പഞ്ചാംഗം കണ്ടുപിടിച്ചത്. അപ്പൊ ബാക്കിയുള്ളവരോ? AD 5-6 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു വരാഹമിഹിരൻ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉജ്ജയിനിക്കടുത്ത അവന്തിയിൽ ജനിച്ച അദ്ദേഹം ബൃഹത് ജാതകം, പഞ്ചസിദ്ധാന്തിക, സാമസംഹിത എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. ജ്യോതിഷത്തിൽ ഭാരതത്തിലുണ്ടായ ഏറ്റവും ആധികാരിക ഗ്രന്ഥം വരാഹമിഹിരന്റെ ബൃഹത് ജാതകമായിരുന്നു അന്നമോളെ. ഭാരതത്തിന്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ഭാസ്കരാചാര്യൻ. ലീലാവതി എന്ന അമൂല്യ ഗ്രന്ഥത്തിലൂടെയാണ് ഭാസ്കരാചാര്യൻ ലോകപ്രശസ്തനായത്. ലീലാവതിയോ? ലീലാവതി എന്ന പെൺകുട്ടിക്ക് ഗണിത പാഠങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഭാസ്കരാചാര്യൻ ലീലാവതി രചിച്ചത്. അത് കൊള്ളാമല്ലോ മാലാക്കേ. മടുപ്പിക്കുന്ന ഗണിത സിദ്ധാന്തങ്ങൾ ആസ്വാദ്യകരമായ രീതിയിൽ വായനക്കാരന്റെ മനസ്സിലെത്തിക്കാൻ ഭാസ്കരാചാര്യന് ലീലാവതിയിലൂടെ സാധിച്ചു. കരണ കുതൂഹലം, ബീജഗണിതം, വാസനാഭാഷ്യം, സിദ്ധാന്ത ശിരോമണി എന്നീ ഗ്രന്ഥങ്ങളും ഭാസ്കരാചാര്യൻ്റെതാ. കരണത്തിൽ ഛേദം 0 ഫലം അനന്തമായിരിക്കുമെന്ന്
ഭാസ്കരാചാര്യൻ തെളിയിച്ചു. കൂടാതെ ബീജഗണിത സമവാക്യങ്ങളിലെ നിർദ്ധാരണ രീതികളെക്കുറിച്ചും ബഹുഭുജങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഭാസ്കരാചാര്യൻ അന്നേ പറഞ്ഞു വെച്ചിരുന്നു അന്നമോളെ. അതെ അന്നമോളെ, അന്നമോളെ അന്വേഷിച്ച് മമ്മി ദൂരെ കൂടെ വരുന്നുണ്ട്. എനിക്ക് എന്റെ അന്നമോൾ വേഗം മമ്മിയുടെ അടുത്തേക്കും പോയിക്കോട്ടോ. ശരി മാലാക്കേ. ബായ് അന്നമോളെ. ബായ് മാലാക്കേ. എന്തായാലും അന്നമോളുടെ സംശയങ്ങൾ കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ? കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് വന്നാലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. കൂട്ടുകാരെ, ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും കഥ പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഭിക്ഷക്കാരെ ഇഷ്ടമാണോ? സന്തോഷത്തോടെ ഇരിക്കുന്ന മുഹബാബ എത്ര പെട്ടെന്നാണ് മാറുന്നത്. പിച്ചക്കാരന് കേട്ട പലർക്കും മറുപ്പും വെറുപ്പുമാണ്. എന്നാൽ പിച്ചക്കാരെയും കുഷ്ഠരോഗികളെയും ഇവിടെ സ്നേഹിച്ച ഒരാളുണ്ട്. അതാരുമല്ല, നമ്മുടെ രക്ഷണി യേശുവാണ്. യേശുവിൻ്റെ സ്നേഹവും അത്ഭുത ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരിക്കൽ യേശു സിനഗോഗിൽ നിന്ന് പുറപ്പെടുമ്പോൾ ധാരാളം ആൾക്കാർ യേശുവിന് ചുറ്റും കൂടി. ബർത്തിമേസിനെ അവിടെ നിന്ന് വിളിച്ചു, ചേട്ടാ, ചേച്ചി, കണ്ണ് കാണാത്തതിനാണ്, വെള്ളം തേണേ. ചില അദ്ദേഹത്തെ എന്തെങ്കിലും ഇട്ട് കിട്ടു, ചിലയാണ് കേട്ടിട്ടില്ലെന്ന് വെച്ചു. ബർത്തിമേസ് അങ്ങനെ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നസ്തനായ യേശു ആ വഴി വരുമ്പോൾ ആരോ പറയുന്നു കേട്ടു. എന്ത്, യേശുവോ? സുഖപ്പെടുത്താനാണോ? അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നോട് കരുണ ചെയ്യണമേ. അത് കേട്ട് ചില അവനെ ശകാലിച്ചോടെ പറഞ്ഞു, അവനീ വടക്കൻ. അവർ നാണിച്ചു നിന്ന് അവനെ വിളിച്ചോണ്ട് വന്നു. ദേ, യേശു നിന്നെ വിളിക്കുന്നു. എന്താ, യേശു എന്നെ വിളിക്കുന്നു? അവൻ സന്തോഷം കൊണ്ട് വീർമുട്ടി അവൻ്റെ പുറങ്ങപ്പായ വലിച്ചെന്ന് തപ്പി തന്നെ യേശുവിൻ്റെ അടുത്ത് ചെന്നു. മകനെ, നിനക്ക് ഞാൻ എന്ത് ചെയ്തതാണോ? നമ്മളാണെങ്കിലും കാറോ മുട്ടായോ ഐസ്ക്രീമോ വെള്ളം ചോദിച്ചേനെ. പക്ഷെ ബർത്തിമേസ് ഇതൊന്നും ചോദിച്ചില്ല. റബ്ബി, എനിക്ക് കാഴ്ച തരണമേ. യേശു മനസ്സലിഞ്ഞ് പറഞ്ഞു, പോയിക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞതും ബർത്തിമേസിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹായ്, ഇപ്പൊ എനിക്കെല്ലാം കാണാം. സൗഖ്യം ബർത്തിമേസ് തുള്ളിച്ചാടി. കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്നും ചോദിച്ചില്ല. ഇങ്ങനെ ബർത്തിമേസ് യേശുവിനെ അനുഗമിച്ചു. കൂട്ടുകാരെ, നമ്മളുടെ ജീവിതത്തിൽ യേശു എത്ര നന്മ ചെയ്തിരിക്കുന്നു. അപ്പം യേശുവിനെ നമുക്ക് ബർത്തിമേസിനെ പോലെ അനുഗമിക്കാം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്കും ഇതുപോലെ കഥകൾ പറയാം കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലെ പടം വരയ്ക്കാനും പാട്ടുകൾ പാടാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 68
0309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിലെ എപ്പിസോഡ് ഇഷ്ടമായോ? എന്നാൽ അടുത്ത ആഴ്ച ഇതിനും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.